ആരെന്നറിയാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ഭാഗങ്ങളിലുണ്ടോ എന്ന് വെച്ചാൽ ഡോക്ടർ ഹാരിസിന് ഇക്കാര്യത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ അത് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ടോ? ഒപ്പം തന്നെ കൊടുക്കാനുള്ള ബോധപൂർവമായ നീക്കങ്ങൾ ഏതൊക്കെയോ ഭാഗങ്ങളിൽ നടക്കുന്നുവെന്ന് ഇന്നലെ മുതൽ അദ്ദേഹം പറയുന്നുണ്ട്. അത് സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള തെളിവുകളാണോ പിന്നാടെ ഉണ്ടായ ഡെവലപ്മെന്റ്സ് എല്ലാം, സിജോ? നമ്മൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് സ്വാഭാവികമായും സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം ആദ്യഘട്ടം മുതൽ തന്നെ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ വരുന്നുണ്ട്. കാരണം ഈ ഡോക്ടർക്കെതിരെ സർവീസ് ചട്ടങ്ങളുടെ ലംഘനമുണ്ട് എന്നുള്ള ഒരു വസ്തുതാപരമായ കാര്യമാണ്. കാരണം ഇത്തരത്തിലൊരു കാര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുക എന്ന് പറയുന്നത് അത് തീർച്ചയായും ഒരു അച്ചടക്ക നടപടിയുടെ ഭാഗമാണ്. പക്ഷേ ഈ ഡോക്ടർക്കെതിരെ കടുത്ത നടപടികളിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു സൊസൈറ്റി സർക്കാരിനെതിരാവും എന്നുള്ളൊരു കാര്യമാണുള്ളത്. അതുകൊണ്ടാണ് ഈ പറയുന്ന രീതിയിൽ കടുത്ത നടപടികളിലേക്ക് പോകാതെ ഇന്ന് നമ്മൾ പ്രിൻസിപ്പലിനോട് സൂപ്രണ്ടിനോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്ന ഒരു കാര്യം, അങ്ങനെ ഇതൊരു സ്വാഭാവിക നടപടി എന്നാണ് പറയുന്നത്. തീർച്ചയായും നമുക്ക് സാങ്കേതികപരമായി നോക്കുമ്പോൾ ഇതൊരു സ്വാഭാവിക നടപടിയായി തോന്നാം. പക്ഷേ ഡോക്ടർ ഹാരിസിന്റെ കാര്യത്തിൽ അത് മാത്രമല്ല നടക്കുന്നതെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഇത്തരം ഇങ്ങനെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നു, ആ റിപ്പോർട്ട് വന്നതിന് ശേഷം ഇത് നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നത് ഇത് ഈ വിഷയം കൊണ്ട് കഴിഞ്ഞു, ഇനി ഈ നടപടികളൊന്നും ഉണ്ടാവില്ല, മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് തോന്നിയത്. അതിനുശേഷമാണ് സാങ്കേതികപരമായ ഒരു വിശദീകരണം ചോദിക്കുക. പക്ഷെ ആ സാങ്കേതികപരമായ വിശദീകരണത്തിൽ മാത്രം നിൽക്കുന്നില്ല. കാരണം അതിനുശേഷം തുടർച്ചയായി ഡോക്ടർക്കെതിരെ ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ ഇത് വരുന്നു. മിഷൻ കാണാതെ പോയി എന്ന് പറയുന്നു. പക്ഷെ ആ മിഷന് ശരിക്കും കാണാതെ പോയിട്ടില്ല, മിഷൻ അവിടെ തന്നെ ഉണ്ട് എന്നുള്ള ഒരു വിശദീകരണമാണ് ഡോക്ടർ നൽകുന്നത്. അത് ഉപയോഗിക്കാൻ അറിയാൻ മേലാത്തത് കൊണ്ട് എടുത്തു വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. പിന്നീടാണ് ഇന്ന് ഇപ്പോൾ ഈ പറയുന്നത് പോലെ പുതിയൊരു മിഷൻ ഞങ്ങൾ അവിടെ കണ്ടു എന്നുള്ളൊരു വാദവുമായി പ്രിൻസിപ്പളും അതോടൊപ്പം തന്നെ സൂപ്രണ്ടും രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഡോക്ടർ ഹാരിസ് വലിയ മാനസിക സമ്മർദ്ദത്തിൽ തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളെ കണ്ടിരുന്ന ഹാരിസ് കുറച്ച് ദിവസങ്ങളായി കണ്ടിട്ട് അത് നമ്മൾക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അദ്ദേഹം ഒരു ചികിത്സയിലാണെന്നാണ് മനസ്സിലാവുന്നത്. നാളെ എന്തായാലും ഡോക്ടർ ഹാരിസ് മടങ്ങിയെത്തും. അതിനുശേഷം ഇതിലൊരു നടപടികൾ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും ഇത് ഇനി അധികം പരിക്കേൽക്കാതെ കാര്യം പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കാം, അല്ലെങ്കിൽ അതൊരു നടപടികളിലേക്ക് പോകാമെന്നാണ് ആരോഗ്യവകുപ്പ് കണക്ക് കൂട്ടുന്നത്. പക്ഷേ അതിൻ്റെ ഒരു അവസാനവട്ട നടപടികൾ എന്ന നിലയിലാണ്. എന്നാൽ ഇങ്ങനെയും കൂടെ ഇരിക്കട്ടെ, ഡോക്ടർ ഹാരിസിനെതിരെ ഒരു പണിയെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടുള്ളൊക്കെ നടപടികളാണെന്നാണ് ഈ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് മനസ്സിലാവുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത്തരം വാദഗതികളുമായി പ്രിൻസിപ്പളും സൂപ്രണ്ടും ഒക്കെ രംഗത്ത് വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ അവിടെ ആവർത്തിച്ച് പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഇത്തരത്തിലൊരു ഒരു സൂപ്രണ്ടിൻ്റെ HODയുടെ മുറിയിലേക്ക് ഒരാൾ കയറിയെന്ന് പറഞ്ഞിട്ട് 24 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങളുടെ പോലീസിൽ പരാതി കൊടുക്കുന്നു പറയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അതിന്റെ സാങ്കേതികപരമായ നടപടികൾ ആദ്യം പൂർത്തിയാക്കണം. ആരോഗ്യവകുപ്പിനെ ആദ്യം മാത്രമല്ല, അങ്ങനെ ഒരാൾ അദ്ദേഹത്തിന്റെ റൂമിലേക്ക് കയറുന്നത് കണ്ടിട്ടും അത് അദ്ദേഹത്തെ വിവരം അറിയിച്ചിട്ടുമില്ല. ഈ സമയത്ത് ഡോക്ടർ ഹാരിസിനെ വിവരം സൂപ്രണ്ടോ ബന്ധപ്പെട്ട ആരെങ്കിലും അറിയിച്ചു എന്നൊരു കാര്യത്തിൽ ഡോക്ടർ ഹാരിസ് മറുപടി പറയുന്നുണ്ടോ? കാരണം അങ്ങനെ അസ്വാഭാവികമായ ഒരാൾ അതിനകത്ത് കണ്ടു, അതുകൊണ്ട് ഞങ്ങൾ മറ്റൊരു താഴിട്ടത് പൂട്ടുന്നുണ്ട് എന്ന് ഡോക്ടർ ഹാരിസിനെ രേഖാമൂലം അറിയിച്ചിരുന്നോ? ഡോക്ടറെ അങ്ങനെ രേഖാമൂലം അറിയിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഡോക്ടർ അത്തരത്തിൽ ഇത് അട്ടിമറിക്കപ്പെടാനുള്ള, തന്നെ കുറ്റക്കാരനാക്കാനുള്ള ബോധപൂർവമായ ചില ശ്രമങ്ങൾ നടക്കുന്നു എന്നൊരു സംശയം സ്വാഭാവികമായും അദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹം കുറച്ച് ദിവസങ്ങളായി അവധിയിലാണ്. അതിന്റെ ചുമതല ഇത്തരത്തിൽ അന്വേഷണമൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വാഭാവികമായി അതിൻ്റെ ഓഫീസിന്റെ പ്രവർത്തനം എന്ന നിലയിൽ തൻ്റെ റൂം തുറക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കീ കൊടുത്തിരിക്കുന്നത് ഡോക്ടർ ടോണി എന്ന് പറയുന്ന അദ്ദേഹത്തിനാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് താൻ റൂം തുറന്നിട്ടില്ല എന്ന് പറയുന്നു. നമുക്ക് ഇതിൽ തന്നെ ഈ വിസ്തീർണങ്ങളിൽ തന്നെ വളരെ വിചിത്രമായിട്ടുള്ള സംഭവങ്ങളാണ്. കാരണം അപ്പോൾ ഞാൻ പ്രിൻസിപ്പലിനോട് ചോദിച്ചു, അങ്ങനെയാണ് ഇത് അദ്ദേഹത്തിന്റെ കീ ഉപയോഗിച്ചല്ല തുറന്നിട്ടുണ്ടെങ്കിൽ ഇത് പൂട്ട് പൊളിച്ചാണ് അകത്ത് കയറിയിരിക്കുന്നത്, അല്ല അത് പൂട്ട് പൊളിച്ചും അല്ല അകത്ത് കയറിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി കീ ആയിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ഡോക്ടർ എന്ന് പറഞ്ഞിരുന്നു ഡോക്ടറുടെ ഈ മുറിയിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറയിലെ ഗ്ലാസ് ഒക്കെ തള്ളി മാറ്റിയതിന് ശേഷം കയറാമെന്ന് പറയുന്നത്. അങ്ങനെയാണോ കയറിയെന്ന് ചോദിക്കുമ്പോൾ പറയാം അതല്ല, നമ്മുടെ CCTVയിൽ കാണുന്നത് ഈ രീതിയിൽ ഒരാൾ അതിനകത്തോട്ട് വന്ന് കയറുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞു പെട്ടു എന്നൊരവസ്ഥയിലാണെന്നുള്ളത്. ഇന്ന് ഡോക്ടറെ ഡോക്ടർ നല്ല ഡോക്ടറാണ്, നന്നായി ജോലി ചെയ്യുന്ന ഡോക്ടറാണെന്നൊക്കെ പറഞ്ഞു തുടങ്ങിയ ആളുകൾ അവസാനം വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു പെട്ടു എന്നുള്ളത്. ശരിക്കും ഡോക്ടറുടെ കാര്യത്തിൽ, ഹാരിസ് ഡോക്ടറുടെ കാര്യത്തിൽ എപ്പോഴും ആരോഗ്യവകുപ്പ് മന്ത്രി മുതൽ അതിൻ്റെ താഴെത്തൊട്ടുള്ള ആളുകളെല്ലാം ഇതേ നിലപാടാണ് വരുന്നത്. ഓരോ വാദവുമായിട്ട് വരും. മറു ചോദ്യങ്ങൾ വരുമ്പോഴത്തേക്ക് അതിന് കൃത്യമായ വിശദീകരണങ്ങൾ ഉണ്ടാവില്ല. അല്ല എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞത് വിഴുകുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ കുറേ നാളുകളായിട്ട് സംഭവിക്കുന്നത്. എന്തായാലും ഇനി ഇതധികം നീണ്ടുപോകില്ല എന്ന് വിചാരിക്കുന്നു. ഈ അന്വേഷണമൊക്കെ വളരെ ഈ ആഴ്ചയോടുകൂടി ഈ അന്വേഷണം
തീരും. അതിനുശേഷം റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും കടുത്ത നടപടികളിലേക്ക് ഡോക്ടർക്കെതിരെ പോകാൻ സാധ്യതയില്ല. എന്തായാലും വലിയ സമ്മർദ്ദത്തിൽ തന്നെയാണ് ഡോക്ടർ ഹാരിസ് ഉള്ളത്.